അതായത് ഇഞ്ചിയിട്ട കട്ടൻ ചായ ഞാൻ തിളപ്പിച്ച് വെച്ച് അത് കഴിച്ചാൽ മാത്രമേ മമത പണി തുടങ്ങുകയുള്ളൂ. ഹേമന്ത് കുമാർ, കുമാർ സാനു അങ്ങനെയൊക്കെ പറയുന്ന വളരെ അവൾക്ക് പ്രിയപ്പെട്ട ആളുകളുടേതായിരിക്കണം ഈ രവീന്ദ്ര സംഗീതം വീട്ടിൽ മുഴങ്ങേണ്ടത് എന്ന് അവൾക്ക് നിർബന്ധമാണ്. കാണാൻ സുന്ദരനായിരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ, പക്ഷേ ഞങ്ങളുടെ ആ സത്യജിത്രയുടെ അടുത്തൊന്നും വരില്ല. വൈകുന്നേരം നല്ല തിളങ്ങുന്ന സാരിയൊക്കെ ഉടുത്ത് ഒരു പാത്രവുമായിട്ട് വരും. അതിനകത്ത് അവൾ പല തരത്തിലുള്ള ബംഗാളി പലഹാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. എൻ്റെ മോൻ അപ്പുവിന്, അന്ന് അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. ബംഗാളി വിധവകൾക്ക് മത്സ്യത്തിൻ്റെ തല കൂട്ടാൻ പാടില്ല എന്ന്. അപ്പം അവൾ പറഞ്ഞ മറുപടി ഇന്നും എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മറുപടിയാണ്, എന്നെ ചിന്തിപ്പിക്കുന്ന മറുപടിയാണ്. അപ്പോൾ അമ്മായി അമ്മ ഓടി വന്നു. അമ്മായി അമ്മ പറഞ്ഞു, എൻ്റെ മകനെ അടിച്ചു കൊന്നേ, ഇവളെ അടിച്ചു കൊന്നേ, പോലീസിനെ വിളിക്കണമെന്ന് ഇവരോടും. ഇവരെന്ത് ചെയ്തു, ഈ മകനെ, മൂത്ത മകനെയും വാരി വലിച്ചെടുത്തുകൊണ്ട് ഇവർ ഓടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ട ട്രെയിൻ ഗോഹട്ടിയിലേക്കായിരുന്നു. ജീവിതത്തിൽ നിന്ന് നേരിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുദ്ര പതിപ്പിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർ വളരെ പ്രശസ്തരോ പ്രഗത്ഭരോ ഒന്നും ആകണമെന്നില്ല. വളരെ സാധാരണക്കാരായ മനുഷ്യർ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ ഒരു പുഞ്ചിരി ഉണർത്തി, ചിലപ്പം ഒരു സങ്കടം ഉണർത്തിയൊക്കെ നീണ്ടു നിൽക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിലനിൽക്കുന്ന ഒരാളാണ് മമത. ഞാൻ ആസാമിലെ ഗുവാഹട്ടിയിൽ താമസിക്കുമ്പം എൻ്റെ വീട്ടു സഹായിയായിരുന്നു. ബംഗാളി വധുവാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ. രാവിലെ പണിക്ക് വരുമ്പം ആദ്യം ചോദിക്കുന്നത് അബി തക് ചായ് നഹി ബനായ, അതായത് ഇഞ്ചിയിട്ട കട്ടൻ ചായ ഞാൻ തിളപ്പിച്ച് വെച്ച് അത് കഴിച്ചാൽ മാത്രമേ മമത പണി തുടങ്ങുകയുള്ളൂ. പിന്നുള്ളത് എന്താണ്, രവീന്ദ്ര സംഗീതം കേൾക്കണം. ഗായത്രി മന്ത്രം വീട്ടിലിടുന്നത് വളരെ നല്ലതാണെന്ന് മമതയ്ക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ രവീന്ദ്ര സംഗീതം കേൾക്കണം. അത് ഹേമന്ത് കുമാർ, കുമാർ സാനു അങ്ങനെയൊക്കെ പറയുന്ന വളരെ അവൾക്ക് പ്രിയപ്പെട്ട ആളുകളുടേതായിരിക്കണം ഈ രവീന്ദ്ര സംഗീതം വീട്ടിൽ മുഴങ്ങേണ്ടത് എന്ന് അവൾക്ക് നിർബന്ധമാണ്. അങ്ങനെ അവളാണ് എന്നെ രവീന്ദ്ര സംഗീതം പഠിപ്പിച്ചത്. ബസാറിൽ പോയിട്ട് ഇവരുടെ എല്ലാം അന്ന് CD ആണ് ആ കാലത്ത്, കുറേ വർഷം മുമ്പാണ്. അന്ന് CD-യിലാണ് പാട്ട് കേൾക്കുന്നത്. ഞാൻ നവീൻ ബസാറിൽ പോയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ടുള്ള രവീന്ദ്ര സംഗീതത്തിൻ്റെ കാസറ്റുകളും CD-കളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ രാവിലെ ആകുമ്പോൾ രവീന്ദ്ര സംഗീതം ഇടുമായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ രവീന്ദ്ര സംഗീതം എന്താണെന്ന് പഠിപ്പിച്ചത് എൻ്റെ ഈ മമതയാണ്. അതുപോലെ തന്നെ അവളുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര സംവിധായകൻ എന്ന് പറയുന്നത് സത്യജിത് റേ തന്നെയാണ്. വേറെ ആരും അവൾ അംഗീകരിക്കില്ല ചലച്ചിത്ര സംവിധായകൻ എന്ന് പറഞ്ഞാൽ. അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ വീട്ടിലന്ന് ഗോഹട്ടിയിലൊരു അവാർഡ് വാങ്ങാൻ വന്ന അടൂർ ഗോപാലകൃഷ്ണൻ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മമതയെ നോക്ക്, ഇത് ഞങ്ങളുടെ നാട്ടിൽ സത്യജിത് റേയെ പോലെയുള്ള വലിയൊരു സംവിധായകനാണെന്നിപ്പോൾ പറഞ്ഞു. ചേ സത്യജിത് റേയെ പോലൊരു സംവിധായകൻ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. ഇദ്ദേഹത്തെ ദേഖിനേക്കോ അച്ഛാ ലഗ്താ ഹെ, പക്ഷേ സത്യജിത് റേയുടെ അത്രയൊന്നുമുള്ള സംവിധായകനാകാനൊന്നും നിങ്ങളുടെ നാട്ടിൽ ഒരാൾ പറ്റിയിട്ടില്ല. ഇതാണ് അവളുടെ ഡയലോഗ്. അപ്പോൾ കാണാൻ സുന്ദരനായിരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ, പക്ഷേ ഞങ്ങളുടെ ആ സത്യജിത് റേയുടെ അടുത്തൊന്നും വരില്ല. ഈ തരം ഡയലോഗുകൾ കൊണ്ടാണ് ഈ പണിക്ക് വരുന്ന സമയം മുഴുവൻ മമത എൻ്റെ സമയത്തെ സജീവമാക്കിയിരുന്നത്. പിന്നെ അവൾക്ക് നിർബന്ധമുള്ള വലിയൊരു കാര്യമായിരുന്നു, ചിക്കൻ കൈകൊണ്ട് തൊടില്ല. മീൻ കഴിക്കും, മട്ടൺ കഴിക്കും, പക്ഷെ ചിക്കൻ കഴിക്കുകയില്ല. ചിക്കൻ കഴിക്കാൻ ഉള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ആ പാത്രത്തിൽ എനിക്ക് തരരുതെന്ന് വന്ന ദിവസം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ഒന്നും കഴിക്കില്ല, ആ പാത്രത്തിൽ എനിക്ക് തരികയും ചെയ്തു. നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വേറെ ഒന്നും ഉണ്ടാക്കാനും പാടില്ല. അതുപോലെ തന്നെ വലിയ ഒരു നിയമം അവൾക്കുള്ളതായിരുന്നു. സാമ്പാർ വയ്ക്കുമ്പോൾ പോലും അവളെ കാണിച്ചിട്ട് വെക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ ചിക്കൻ ഇട്ടുണ്ടോ എന്ന് അവൾക്ക് സംശയം വേണം. ചിക്കൻ്റെ കഷ്ണം സാമ്പാറിൽ ഇടുമെന്ന് പേടിച്ചിട്ട് അവൾ പറയും, സാമ്പാർ എന്നെ കാണിച്ചിട്ടേ നിങ്ങൾ വെക്കാവൂന്ന്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഭരിച്ചും എൻ്റെ കുറഞ്ഞ ഹിന്ദിയെ പരിഹസിച്ചും അതിനെ മുതലെടുത്തുമൊക്കെയാണ് ഈ മമത ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നത്. വളരെ രസകരമായൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അവൾ. വൈകുന്നേരം ആകുമ്പോൾ, രാവിലെയാണ് മമത ജോലിക്ക് വരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ മമത നമ്മുടെ വീട്ടിൽ വരുന്നത് വേറൊരാളായിട്ടാണ്. രാവിലെ സാധാരണ സാരിയൊക്കെ കൊടുത്തു വരും. വൈകുന്നേരം നല്ല തിളങ്ങുന്ന സാരിയൊക്കെ കൊടുത്ത് ഒരു പാത്രവുമായിട്ട് വരും. അതിനകത്ത് അവൾ പല തരത്തിലുള്ള ബംഗാളി പലഹാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. എൻ്റെ മോൻ അപ്പുവിന്, അന്ന് അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അപ്പുവിന് കഴിക്കാനായിട്ട് ഈ പലഹാരങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വളരെ ഒരു വലിയ ഗസ്റ്റിനെ പോലെ വരും. അപ്പം മമത വരുമ്പം അടുക്കളയിലേക്കൊന്നും വരില്ല. ലിവിങ് റൂമിൽ വന്ന് അവൾ കസേരയിലിരിക്കും. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു ഗസ്റ്റിനെ നോക്കുന്ന പോലെ നോക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഒരു ക്യാരക്ടർ.
മമതയുടെ ഏറ്റവും വലിയ ഒരു ഡിമാൻഡ് എന്തെന്ന് വെച്ചാൽ മീൻ വാങ്ങുന്നുണ്ടെങ്കിൽ തല അവൾക്ക് കൊടുക്കണം. ഇപ്പോൾ റോഹു ഹിൽസ എന്നൊക്കെ പറയുന്ന മീൻ മത്സ്യമാണ് ഈ ഗോഹട്ടിയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വലിയ വലിയ മത്സ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തല പ്രത്യേകം മുറിച്ച് അവൾക്ക് കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ അത് അവൾ വളരെ സന്തോഷത്തോടുകൂടി കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനത്തെ ദിവസങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഈ മമത വിധവയാണെന്നല്ലേ പറഞ്ഞത്, അവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത്, പിന്നെ അവരെങ്ങനെയാണ് മീനിൻ്റെ തല കൊണ്ടുപോയി കഴിക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ, എൻ്റെ ക്ലാസ്സിലെ സുധാംശു ചാറ്റർജി പറഞ്ഞിട്ടുണ്ട് ബംഗാളി വിധവകൾക്ക് മത്സ്യത്തിൻ്റെ തല കൂട്ടാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ മമതയോട് ചോദിച്ചു, മമതയുടെ ഭർത്താവ് മരിച്ചു പോയതല്ലേ, അപ്പോൾ പിന്നെ മമത എങ്ങനെയാണ് ഈ മീനിൻ്റെ തല കൂട്ടുന്നത്, അങ്ങനെ കഴിക്കാവോ അതോ വേറെ വല്ലവർക്കും വേണ്ടി കൊണ്ടുപോകണോ? അപ്പം അവൾ പറഞ്ഞ മറുപടി ഇന്നും എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മറുപടിയാണ്, എന്നെ ചിന്തിപ്പിക്കുന്ന മറുപടിയാണ്. അവൾ പറയുന്നത്, എൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം മാഡത്തിന്, എനിക്ക് കഴിക്കാൻ തന്നെയാണ് ആ മീനിൻ്റെ തല കൊണ്ടുപോകുന്നത്, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി മീനിൻ്റെ തല വെച്ച് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവൾ പറഞ്ഞ കഥ എന്തെന്ന് വെച്ചാൽ ആസാമിനും ബംഗാളിനും ഇടയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവൾ ജനിച്ചു വളർന്നത്. വളരെ മിടുക്കിയായിരുന്നു പഠിക്കാൻ. 14 വയസ്സുള്ളപ്പം ഇവൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ ഇവളെ ഒരു പലചരക്കുകാരനുമായിട്ട് കല്യാണം നിശ്ചയിച്ചു. അപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്ക് പഠിക്കണം, കോളേജിൽ പോകണം, എനിക്ക് ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊന്നും ഇവളുടെ അച്ഛൻ സമ്മതിച്ചില്ല. ഇയാളെ കല്യാണം കഴിപ്പിച്ചു. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇവളെ യാതൊരു തരത്തിലും പഠിക്കാനൊന്നും സമ്മതിച്ച് പിന്നെ വിട്ടില്ല. അപ്പോൾ 2 മക്കളുണ്ടായി. ആ സമയത്ത് ഇയാൾ രാത്രി കള്ളു കുടിച്ചിട്ട് വരും, ഇവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ഇവളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് എതിരെ നിൽക്കും. ഇവൾ ഉപദ്രവവും ഈ ജീവിതം എന്ന് പറയുന്നത് താറുമാറായി. ഒരു 10-17 വയസ്സായപ്പോൾ തന്നെ അവളുടെ ലൈഫ് ആകെപ്പാടെ തകർന്ന് തരിപ്പണായി. ഒരു ദിവസം ഇയാൾ വന്ന് ഇവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു മദ്യപിച്ചിട്ട്. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു, അടുക്കളയിൽ കിടന്ന് വിറക് തുള്ളി എടുത്ത് ഇയാളുടെ തലക്കടിച്ചപ്പോൾ ഇയാൾ ബോധം കെട്ട് വീണു. അപ്പോൾ അമ്മായിയമ്മ ഓടി വന്നു. അമ്മായിയമ്മ പറഞ്ഞു, എൻ്റെ മകനെ അടിച്ചു കൊന്നേ, ഇവളെ അടിച്ചു കൊന്നേ, പോലീസിനെ വിളിക്കണമെന്ന് ഇവർ ഓടുമ്പോൾ ഇവരെന്ത് ചെയ്തു, 2 വയസ്സുള്ള മകൻ ഉറങ്ങിക്കിടന്നു. പിന്നെ പ്രസവിച്ച് 6 മാസമുള്ള ഒരു കൊച്ചുകുട്ടി അടുത്ത് കിടപ്പണമെന്ന് അതിനെ എടുക്കാൻ പറ്റിയില്ല. ഈ മൂത്ത മകനെയും വാരി വലിച്ചെടുത്തുകൊണ്ട് ഇവർ ഓടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ട ട്രെയിൻ ഗോഹട്ടിയിലേക്കായിരുന്നു. ഇവരവിടുന്ന് ഗോഹട്ടിയിലെത്തി വീട്ടു ജോലിക്കൊക്കെ പോയി അങ്ങനെ ജീവിച്ചു വരികയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരുടെ കഥയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ പിന്നെ എങ്ങനെയൊക്കെയോ ഇതറിഞ്ഞു. ഇവരുടെ ചെറിയ മകൻ അവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇവരെപ്പോഴും ഈ നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇവരുടെ ഭർത്താവിനെ ഇവരുടെ അമ്മായിയമ്മ ഹോസ്പിറ്റലിലാക്കി ചികിത്സയൊക്കെ കൊടുത്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ അടിക്കുകയും പിന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ള അപമാനം സഹിക്കാൻ വയ്യാതെ അവളുടെ സാരിയെ തന്നെ എടുത്ത് അയാൾ തൂങ്ങി മരിച്ചു. അപ്പോൾ ഇവളെ ഗ്രാമം ഒരുമാതിരി നിഷ്കാസിതയായി പ്രഖ്യാപിച്ചു. ഈ ചെറിയ കുഞ്ഞ് അവിടെ ഈ അമ്മായിയമ്മ ഇപ്പോഴും വളർത്തുകയാണ്. മൂത്ത മകൻ ദീപാങ്കുരൻ ഇവരുടെ കൂടെ ഗോഹട്ടിയിലുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് അയാളെ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ ഭാര്യയുമല്ല. കല്യാണം കഴിക്കാത്ത ഞാൻ ഭാര്യയല്ലാത്ത ഒരാൾ മരിച്ചാൽ ഞാൻ എങ്ങനെ വിധവയാകും? അപ്പം പിന്നെ എനിക്ക് എന്തുകൊണ്ട് മീൻ കഴിച്ചുകൂടാ? അതായിരുന്നു മമതയുടെ വാദം. പിന്നെ മമത പറയുന്നൊരു സമാധാനമുണ്ട്, എൻ്റെ മകൻ ദീപാങ്കുരം വലുതാവുമ്പോൾ ഞാൻ അവനെ നാട്ടിൽ പറഞ്ഞു വിടും, എനിക്കല്ലേ കയറാൻ പറ്റാതുള്ളൂ, അവനെ ഞാൻ അവിടെ പോവും, എൻ്റെ ചെറിയ മകനെ അവിടുന്ന് ദീപാങ്കുരം പോയി വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സമാധാനത്തിലാണ് മമത ജീവിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിക്കാത്തത് കൊണ്ടും ഭാര്യയായി മനസ്സുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കാത്തത് കൊണ്ടും അയാൾ അംഗീകരിക്കാത്തത് കൊണ്ടും മത്സ്യത്തിൻ്റെ തല കഴിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല എന്ന് മമതേതായ ഒരു ജീവിത നിലപാടുണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇത്തരം നിലപാടുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ഇത്തരം പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുമുട്ടുമ്പോഴാണ് നമുക്ക് നമ്മളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ഒരു നമ്മുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് മനുഷ്യർ പലതരത്തിലാണ്. അത്തരം ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മമതയെ കാണുന്നത്. മമത പറഞ്ഞതുപോലെ ദീപാങ്കുരൻ അവിടെ പോയി ചെറിയ കുട്ടിയെ കൊണ്ടുവന്നോ അതൊന്നും എനിക്കറിയില്ല. പിന്നീട് ഒരിക്കൽ ഗോഹട്ടിയിൽ പോയപ്പോൾ ഞാൻ മമതയുടെ വീട് തപ്പി അവിടെയൊക്കെ നടന്നു. മമത പണ്ട് താമസിച്ച സ്ഥലത്തൊക്കെ പോയി നോക്കി. ആർക്കും അവളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അവിടെ തിരിച്ചിനി ഗ്രാമത്തിൽ പോയോ അവർ വേറെ എവിടേക്കെങ്കിലും പോയോ ഒന്നും അറിയില്ല. ദീപാങ്കുരം വലുതായി ജോലി കിട്ടിയിട്ട് അവരും ദീപാകരനും കൂടെ തിരിച്ച് ഗ്രാമത്തിൽ ചെന്ന് കുട്ടിയെ മകനെ തിരിച്ചെടുത്തോ, ഇത്തരം ഒരു കഥയും എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പം, ശക്തരായ സ്ത്രീകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ മമത എൻ്റെ മനസ്സിൽ വന്നു നിറയും. മമതയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ബ്രഹ്മപുത്രയിലെ വീട് എന്ന DC ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ്റെ യാത്രാ വിവരണ പുസ്തകത്തിൽ ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു അധ്യായം തന്നെ മമതയും മീൻതലയും അടൂർ ഗോപാലകൃഷ്ണനും എന്നാണ്. ഇപ്പോഴും മമത എവിടെയെങ്കിലും സന്തോഷത്തോടുകൂടി ആ നർമ്മബോധത്തോടുകൂടി രവീന്ദ്ര സംഗീതമൊക്കെ കേട്ട് സത്യജിത് റേയുടെ സിനിമകളെക്കുറിച്ചൊക്കെ വളരെയേറെ നല്ല അഭിപ്രായത്തോടു കൂടിയൊക്കെ ജീവിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.